വേങ്ങര ഇലക്ട്രിസിറ്റി എന്റെ ഓഫീസിലാണ് ഞാനുള്ളത്. ഞാൻ നേരിട്ട് വന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ആധികാരികമായി സംസാരിക്കാനാണ്. വേങ്ങര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വേങ്ങരയിലെ സഹോദരി സഹോദരങ്ങളോട് പറയാനുള്ളത്, കനത്ത ചൂടാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ അമിതമായ ഇലക്ട്രിക് ഉപയോഗം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എയുമായി സംസാരിക്കാതെ എന്തെല്ലാം രീതിയിൽ പരിമിതപ്പെടുത്താമെന്ന് സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറയും. എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ച് ജാഗ്രത ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ദുരുപയോഗം നമ്മൾ മാറ്റിവെച്ചാൽ ഒരു പക്ഷേ KSEBിക്കും നമ്മളോട് സഹകരിക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിപ്പോൾ KSEB ഓഫീസിൽ നേരിട്ട് വന്ന് ദയവുമായി സംസാരിക്കുന്നത്. ഇനി KSEBിയിൽ എന്തൊക്കെ മര്യാദകൾ നമ്മൾ പാലിക്കണം എന്ന് ബഹുമാനപ്പെട്ട നിങ്ങളോട് പറയുന്നതാണ്. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പീക്ക് സമയങ്ങളിൽ, അതായത് 6 മണി മുതൽ 12 മണി വരെയുള്ള ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗമാണ് ഇപ്പോൾ KSEBിയുടെ വലിയ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. ഈ പീക്ക് സമയത്തിൽ അമിത ഉപയോഗം വരുന്ന മോട്ടോർ സെറ്റ് പമ്പുകൾ, അതേപോലെ അയൺ മെഷീന്, വാട്ടർ ഹീറ്റർ, വാഷിംഗ് മെഷീന്, ഇൻഡക്ഷൻ കുക്കറുകൾ, ഇതെല്ലാം ഒന്ന് കുറച്ച് വെഹിക്കിൾ ചാർജ്, EV ചാർജുകൾ എന്നിവ കുറച്ച് ഒന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫീഡർ ട്രിപ്പിംഗ് നമുക്ക് ഒരു പരിധി വരെ കുറക്കാനാവുന്നതാണ്. അതേപോലെ AC 24 അല്ലെങ്കിൽ 24-ന് മുകളിലും ക്രമീകരിച്ച് നമുക്ക് ഈ പ്രതിസന്ധി തരണം ചെയ്യാവുന്നതാണ്. നമ്മളൊക്കെ കേട്ടതാണ്. ഒരു കാര്യം പറയാണ്, നമുക്ക് തന്നെ അറിയാം, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കണ്ടമാനം ആഡംബര ലൈറ്റുകൾ, അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കുന്നു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെയുള്ള ആഡംബര ലൈറ്റ്, ഗേറ്റ് ലൈറ്റ്, ഇതൊക്കെ നമ്മൾ ഓണാക്കി വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രിപ്പ് വരും, ഇലക്ട്രിസിറ്റിയുടെ തടസ്സം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതാണ് എൻ്റെ അടുത്ത് നേരത്തെ സംസാരിച്ചത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഈ വേനലിനെ നമുക്ക് അതിജീവിക്കണം. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ വേനലിനെയും ചൂടിനെയും അവഗണിച്ച് ഒരു നല്ല മഴക്കാലത്തെ പ്രതീക്ഷിച്ച് ഭയങ്കരക്കാരായി നമുക്ക് ആശ്വസിക്കാം.